ദേശീയപാതയ്ക്കരികിലെ നിർമ്മാണങ്ങളുടെ ദൂരപരിധി നിയന്ത്രണത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കക്ഷി ചേരണമെന്ന ആവശ്യവുമായി വ്യാപാര വ്യവസായി ഏകോപന സമിതി. കേരളത്തിലെ പ്രത്യേക ഭൂപ്രകൃതി സാഹചര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി സംസ്ഥാനത്തിന് ഇളവ് നേടണം എന്നതാണ് ആവശ്യം. കോഴിക്കോട് നിന്ന് സിറോസ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. രാജ്യത്തെ ദേശീയപാതയോരങ്ങളിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ കർശന നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ദേശീയപാതയുടെ മധ്യഭാഗത്തു നിന്ന് 40 മീറ്റർ പരിധിയിൽ വീടുകൾ നിർമ്മിക്കാൻ പാടില്ല, 75 മീറ്റർ പരിധിക്കുള്ളിൽ വാണിജ്യ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. ഞാൻ നിൽക്കുന്നത് ദേശീയപാത 66 വശത്താണ്. അതായത് അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ ദേശീയപാത 66 45 മീറ്ററിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ കണക്കാക്കിയാൽ സർവീസ് റോഡിൽ നിന്ന് 17.5 മീറ്റർ പരിധിക്കുള്ളിൽ വീട് നിർമ്മിക്കാൻ പാടില്ല, 22.5 മീറ്റർ പരിധിക്കുള്ളിൽ വാണിജ്യ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. അവിടെ പുതിയൊരു കടമുറി നിർമ്മിച്ചാൽ വീട് പണിത് കഴിഞ്ഞാൽ കെട്ടിട നമ്പർ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്ന ആശങ്ക നിലനിൽക്കുന്നു. ഈ ദേശീയപാത 66 കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 6 വരിപ്പാതയാക്കിയപ്പം ഒട്ടനവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് ഇതിന് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് സർക്കാർ. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുതിയൊരു ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള 45 മീറ്ററും 75 മീറ്ററും. അപ്പോൾ നിലവിലുണ്ടായിരുന്നവർ പൊളിച്ച് മാറ്റി പുതിയ കെട്ടിടങ്ങൾ പണിഞ്ഞ് വരുമ്പം അവർക്ക് നമ്പർ കിട്ടാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെ ഈ സുപ്രീം കോടതി സ്വമേധയെടുത്തൊരു കേസാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ കേരളത്തിലെ ഗവൺമെൻറ് ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് കേരളത്തിലെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കണം. മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, കേരളത്തിൽ ജനസാന്ദ്രതമായി നിൽക്കുന്ന സ്ഥലമാണ്, പിന്നെ ഭൂമിക്ക് വലിയ വില നൽകുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഈ ദേശീയപാതയുടെ ഓരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കാൻ പോലും ഇനി ഇവരുടെ സമ്മതപത്രം വേണമെന്ന് ആവശ്യപ്പെടാൻ പോകുന്നത്. അപ്പോൾ അത് വലിയൊരു അഴിമതിക്ക് കൂടി കാരണമാകും. കേരളത്തിൽ 620ഓളം കിലോമീറ്ററിൽ കൂടെയാണ് ഈ NH 66 കടന്നു പോകുന്നത്. അപ്പം ഇത്രയും വലിയൊരു ഭൂമി, അതായത് നമ്മൾ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഭൂമികൾ വെറുതെ കിടക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ അതില്ലാതാകാൻ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് ഈ നിയമത്തിന് ഇളവ് വരുത്താനുള്ള ശ്രമം ഉണ്ടാവണം എന്നാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത്. ഏതായാലും നിലവിൽ ദേശീയപാതകത്തെ ഭൂമിക്ക് സെന്റിന് മോഹവിലയും കോടികളും ഒക്കെ തന്നെ വില വരും. ഇത്തരത്തിൽ ഈ നിയമം ഉത്തരവ് നടപ്പാക്കി കഴിഞ്ഞാൽ ഡെഡ്ലാൻഡായി മാറുമെന്നാണ് ആശങ്കയുള്ളത്. അതായത് ഭൂമി ആർക്കും വേണ്ടാത്ത സാഹചര്യം വരും. ഇവിടെ വായ്പ എടുക്കാൻ പോലും ബാങ്കിൽ ഈട് വെക്കാൻ പോലും കഴിയാത്ത സാഹചര്യം വരുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നു. ഏതായാലും സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഈ കേസിൽ കക്ഷി ചേരണമെന്ന വ്യാപാരികളുടെ ആവശ്യം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.